അടുത്ത വെറൈറ്റി ഈ പരിന്തിനെ തന്നെ ഒരു ചെറിയ ഗുഹയിലൂടെ കടത്തിവിടാം. ഉണ്ടാവും സാർ, ഉണ്ടാക്കാം. ഞാനല്ലേ പറയണത്, വ്യത്യാസം ഉണ്ടാവും. ഗുഹത്താകത്തോട് വിട്ടാൽ വ്യത്യാസം ഉണ്ടാവും. ഈ ശബ്ദവും ചെറുകടിയും ഒച്ചപ്പാടും ബഹളവും ലഹളയും തല്ലിപ്പൊളിയും കുഗ്രാണ്ട് കാണിക്കാന്നേ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ പരുന്ത് തന്നെ ഒരു ചെറിയ ഗുഹയിലൂടെ ഞാൻ കടത്തിവിടുകയാണ്. അല്ല, ഈ ഗുഹ ചെറുതായി പോയി, പരുന്തിന് പറക്കാനുള്ള വിസ്തീർണമില്ല. ചെറുകടി ഒരു കാര്യം ഞാൻ പറഞ്ഞു, എന്റെ സിനിമയ്ക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത്. കാരണം പുതിയ പടം പ്രൊഡ്യൂസർ ഡയറക്ടറാണ് ഞാൻ, അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം നിന്റെ വെറൈറ്റി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ എന്ന് പറയുന്നത് എനിക്കറിയാമല്ലോ. സിനിമയിൽ നമ്മുടെ സിനിമ നടന്മാരുണ്ടല്ലോ, സിനിമാ താരങ്ങളിൽ ശബ്ദങ്ങൾ എനിക്ക് തനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? സാറിന്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായി. സാറിന് എഞ്ചിന്റെ പരിപാടിയൊന്നും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി ചാനൽ പരിപാടി ഇഷ്ടപ്പെടില്ല. സാറിന്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായി. സിനിമാ താരങ്ങൾ, ഇവിടെ സിനിമ ഞാൻ സ്വപ്നം കണ്ടു നിൽക്കുന്ന ഒരാളാണ്. എനിക്കതുകൊണ്ട് സിനിമാ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ സംഭവം ഏത് സ്റ്റാർ വേണം? ഇനി വേണം സാർ ഒന്നും പറയണം. സാർ പറഞ്ഞാലും മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നാ പറയുള്ളൂ. അതൊക്കെ കേൾക്കണ്ട. വെറൈറ്റി ഇല്ല. എന്റെ മനസ്സ് മനസ്സിലാക്കി തന്നെ. ഞാനൊരു വെറൈറ്റി എടുക്കാം. ഒരു ഉഗ്രനടൻ, ഉഗ്രനടൻ ശ്രീ KP ഉമ്മർ. KP ഉമ്മർ, നിനക്ക് നാണവില്ലേ? ഇപ്പോഴത്തെ തന്നെ പോലെ ചെറുപ്പക്കാരെന്നൊക്കെ പറഞ്ഞാൽ വെറൈറ്റി വേണം. അത് പൃഥ്വിരാജ്, ദിലീപ്, അങ്ങനെയുള്ള നമ്മുടെ കുഞ്ചാക്ക ബോബൻ, ഇങ്ങനെയുള്ള വെറൈറ്റി ചെറുപ്പക്കാരുടെ ശബ്ദാനിരിക്കണം. അല്ല സാർ, ഞാൻ ഉദ്ദേശിച്ച സാറിന്റെ കാലഘട്ടത്തിലുള്ള മറ്റേ സംഭവം അല്ല, നടന്റെ. എന്റെ കാലഘട്ടം അല്ല, പുള്ളിക്കാരൻ അടിപൊളിയാണല്ലോ. മറ്റേ സംഭവത്തില് ബാലസംഘം. അതൊക്കെ നാണമല്ല. നമ്മുടെ സ്ത്രീകളൊക്കെ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നല്ല. ഇതൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ KP ഉമ്മർ എടുത്തേക്കാം. KP ഉമ്മർ ഫിഗർ പിടിക്കട്ടെ. ഓക്കെ ചെയ്യൂ. KP ഉമ്മറെങ്കിൽ KP ഉമ്മർ. മോളെ ശോഭ ഇങ്ങോട്ട് വരാൻ. മോളെ ശോഭ. എന്താണത് ബാക്കി? ഇവിടെ ശോഭ വന്നില്ല വിളിച്ചിട്ട്. ഞാൻ പിന്നെ എന്തിനാണ് ശോഭ? ഒരു കാര്യം ഞാൻ പറയാം, എന്റെ സിനിമയ്ക്കകത്ത് വെറൈറ്റി വേണം. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് നിന്റെ വേറെ ഉള്ളതിന്റെ? ഒരു കാര്യം ചേട്ടാ, എല്ലാം മറന്നേക്ക്, എല്ലാം വിട്ടേക്ക്. നത്തിങ് ഓഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, താങ്ക് യു. അടുത്തായിട്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അടുത്തായിട്ട് ഒരു ഉഗ്രൻ വെറൈറ്റി അവതരിപ്പിക്കുകയാണ്. ഈ KP ഉമ്മർ തന്നെ ഒരു ഇരുമ്പ് പ്രായത്തിന്റെ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. സിനിമയിൽ അഭിനയിക്കാൻ ഈ വക പ്രാന്തന്മാരല്ല, വേറെ ആരുമില്ല അങ്ങോട്ട് കയറി വരാനായിട്ട്. എനിക്കൊരു അസിസ്റ്റന്റ് ആയിരുന്നു. എനിക്ക് ഇവനെ അവിടെ പോയി കിടക്കേണ്ട ഒരു മനസ്സിനെ എനിക്ക് മനസ്സിലായി സാർ, മനസ്സിലായി. എനിക്ക് ഒരുപാട് വെറൈറ്റി കാണിച്ച് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഉഗ്രസാധനം എന്റെ അടുത്തുണ്ടായിരുന്നു സാർ, പുകലിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മറന്നുപോയി. ഞാൻ ആദ്യം കാണിക്കേണ്ടതായിരുന്നത്. ഇത് കണ്ട് കാണിച്ചിട്ട് മതി. സംഭവം ഉണ്ടായിരുന്നു, ഞാനത് എടുക്കാൻ മറന്നു. എന്റെ ദൈവമേ, ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ ആദ്യം ചെയ്താൽ ഫസ്റ്റ് ചെയ്ത പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഞാനപ്പം ചെയ്താൽ ക്ഷമിക്കണം സാർ, പ്ലീസ്. ഞാൻ എന്ത് മണ്ടനാണെന്ന് ആലോചിച്ച് ഒരു നിമിഷം ഞാൻ മറന്നുപോയി. ഓക്കെ ചെയ്തു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ കുറെ സാധനം എടുത്ത്, പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അടുത്ത വെറൈറ്റി ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ KP ഉമ്മർ തന്നെ ഒരു ഗുഹയിലൂടെ ഇങ്ങനെ കടത്തിവിട്ട് ഇവിടെ ഈ ഗുഹയ്ക്കത്തോടെ പരുന്നു. ഈ KP ഉമ്മർ വല്ല ചെയ്യാൻ പറ്റി വേറെ വെറൈറ്റി ചെയ്യാൻ പറ്റിയ ആൾക്കാരൊന്നും സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടില്ല ഇവിടെ. സാറ് വിഷമിക്കണ്ട. സാറിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. സാറിന്റെ ടെൻഷനൊക്കെ മാറ്റാനായിട്ട് വെറൈറ്റി മനുഷ്യൻ വരുന്നുണ്ട്. വെറൈറ്റി വന്നിട്ടുണ്ട്. അതെ, ഇവിടെ അങ്ങനെ വെറൈറ്റി ഉള്ള ആൾക്കാരാണ് എനിക്ക് ആവശ്യം. അങ്ങനെയുള്ള ആൾക്കാരുടെ സിനിമ ഞാൻ ചാൻസ് കൊടുത്തിരിക്കും. ഞാൻ കയറ്റി വിടുങ്ങോട്ട്. കേറി ചെല്ലടാ. നിനക്ക് അവസരം വേണമെങ്കിൽ കയറി ചെല്ലേ. അവിടെ നിന്ന് പോതേ ഓടി ചെല്ലടാ. ആഹാ, ഉള്ളവല്ല ആള്. സാർ നമസ്കാരം. നമസ്കാരം. ആരാണ്? ഞാനൊരു വെറൈറ്റി ഗാനങ്ങളൊക്കെ ആലപിക്കുന്ന ഒരു വ്യക്തിയാണ്. ശബ്ദാനുകരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗായകരുടെ ശബ്ദം അനുകരിക്കും. ഒരു വെറൈറ്റിയാണ്. അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അവർക്ക് ചാൻസുകൾ കൊടുത്തിരും. പിന്നെ ഒരു കാര്യം, സാർ എനിക്ക് ചാൻസ് തരണം. തനിക്ക് ചാൻസ് തരാം. താൻ വെറൈറ്റി ചെയ്യൂ. തീർച്ചയായിട്ടും തന്നിരിക്കും. താൻ ഇവിടെ എന്താണ് ചെയ്യാൻ? ഞാൻ ചെയ്യുന്നത് സാർ, നമ്മുടെ ദലീമയും ജാനകിയമ്മയും തമ്മിലുള്ള ശബ്ദത്തിന്റെ വ്യത്യാസം ഞാൻ കേൾപ്പിക്കാം. ദിലീമയും ജാനകിയും കൂടെ പാടുന്ന പാട്ടിന്റെ ശബ്ദത്തിന്റെ വ്യത്യാസം അത് നല്ലൊരു വ്യത്യാസമാണ്. ഓക്കെ, താൻ ചെയ്തോളൂ. ആദ്യം ഏതാണ്? ആദ്യം ഞാൻ ജാനകിയമ്മയുടെ ഗാനം ആലപിക്കും. ജാനകിയുടെ ഗാനം. ഓക്കെ, ചെയ്തു. പഠിക്കൂ. പ്രേമത്തിൻ മുരളീനായകൻ മലരേ മലരേ മലരേ. വളരെ
മനോഹരമായിരുന്നു, വളരെ മനോഹരം. ഏതാണ് എനിക്ക് തരണം? തീർച്ചയായും തരും ഞാൻ. വെറൈറ്റി ചെയ്തോളൂ. ഇനിയിപ്പോ ഞാൻ ദലീമയുടെ ശബ്ദത്തിന്റെ വ്യത്യാസം. ദലീമയുടെ ശബ്ദത്തിന്റെ വ്യത്യാസം. അതെ. ഓക്കെ, ചെയ്യൂ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നഭയമല്ലേ അമ്മേ, നീ എന്നഭയമല്ലേ. കൈവിടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തായാലും ജാനകിയുടെ നമ്മുടെ ദിലീമയുടെ പാട്ടിന് വ്യത്യാസം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താണ് താൻ ചെയ്യാൻ പോകുന്നത്? കേസ് ജോർജിന്റെ ശബ്ദം. കേസ് ജോർജ് നമ്മുടെ പഴയ നാടൻ അതെ പാട്ട് പാടുന്നത് അല്ലേ? വളരെ മനോഹരമായിരിക്കണം, വളരെ വെറൈറ്റി ആയിരിക്കണം. ഓക്കെ, ചെയ്തു തരണം. ഓക്കെ. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ എന്നെ കല്ലെറിയല്ലേ പാമ്പുകൾക്കുമാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല വളരെ മനോഹരമായിരുന്നു. എന്തായാലും ഞാൻ ഒരു സെക്കൻഡ് നേരത്തെ എല്ലാം ഞാൻ മറന്നുപോയി. പിന്നെ വളരെ മനോഹരമായിരുന്നു. ഇനി എന്താണ് താൻ ചെയ്യുന്നത്? ഉലകാനന്ദൻ. ഉലകാനന്ദന? അതെ സാർ. അതായത് നമ്മുടെ തമിഴ് സിനിമയിൽ വാളമനിക്കും പാടിയാണ്. ഓ, അത് ശരി. അതെ, വാളമനിക്കിന്റെ പാട്ട് വളരെ മനോഹരമായ പാട്ട്, നല്ല പാട്ടാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. അത് ഞാൻ പാടാം. കേട്ടെ. அந்த வாழனுக்கும் வழங்கனுக்கும் கல்யாணம், அந்த சன்னாசொனி கூட்டம் எல்லாம் முகூலம், அந்த நடுக்கடலில் நடக்குதையா திருமணம், அந்த அக்கறை தொடியாளுக்கெல்லாம் பெருமாளும். ஓ கல்யாணம் സാറേ, കുഴപ്പമായി. ഇവ തമിഴ്നാട്ടിൽ ശവത്തിന്റെ മുമ്പ് ഡാൻസ് കളിക്കുന്നവരെ അടിച്ചോടിക്കും സാറേ അവനെ. തമിഴ്നാട്ടിലൊക്കെ ശവത്തിന് പാട്ട് പാടുന്ന കൂട്ടി കയറ്റി വന്നേക്കുന്നത്. എനിക്ക് എവിടെയാണ് ഒരു അസോസിയേറ്റ് ഉള്ളത്? പിന്നെ എവിടെ പോയി കൊടുക്കാൻ? ഇവനെ വിളിച്ചാലും ഒരു സ്ഥലത്ത് കാണൂല. അസോസിയേറ്റ് എവിടെ ഉണ്ട് സാറേ? ഞാനിവിടെ ഉണ്ട് സാറേ. നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കണം, കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിയിരിക്കണം. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യപ്പെട്ട് എനിക്ക് ഊട്ടിയിൽ പോകണം. മമ്മൂട്ടിയുടെ പടം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ താൻ കറക്റ്റ് ആയിട്ട് ചെയ്തിരണം. ഓക്കെ, അതുകൊണ്ട് താൻ ഈ കീടം പിടിച്ചോളൂ. ചെങ്കോല ഇതാ പിടിച്ചോളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ താൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇനി സിനിമയിൽ അഭിനയിക്കാനുള്ളതെല്ലാം കേറി പാടാ സാറേ. സാറിന് പറ്റിയ ഒരു നായകൻ വരുന്നുണ്ട് സാറേ, അവനെ കേറ്റി വിട്. എടാ മക്കളെ ഓടിച്ചല്ലടാ. നമസ്കാരമുണ്ട് കുഞ്ഞെ. നമസ്കാരം. എന്താ പേര്? സുരേഷ്. PS. സുരേഷ് PS. ഈ PS ആണോ സുരേഷ് ആണോ? ആദ്യം സുരേഷ് PS റൗണ്ട് എഴുതുമ്പോ കറക്റ്റ് സുരേഷ് PS. ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നത്? സിനിമയിൽ അഭിനയിക്കാൻ വന്നു. എടാ, സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്തെങ്കിലും മുൻകാല പരിചയം, അറ്റ്ലീസ്റ്റ് ഡയലോഗ് തെറ്റിക്കാതെ പറയാനുള്ള കഴിവുണ്ടോ? സാർ എനിക്ക് ഡയലോഗ് തന്നു നോക്ക്, ഞാൻ നല്ല സൂപ്പറായിട്ട് പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് നാക്കൊടക്കുന്ന ഡയലോഗുകൾ നിനക്ക് പറഞ്ഞു തരാം. നീ അത് നാക്കൊടക്കാതെ പറഞ്ഞാൽ എന്റെ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് അവസരം തരും. എങ്ങനെ? ഞാൻ ഒന്ന് രണ്ട് നാക്കൊടക്കുന്ന ഡയലോഗുകൾ നിനക്ക് പറഞ്ഞു തരും. നീ അത് നാക്കൊടക്കാതെ പറയുകയാണെങ്കിൽ എന്റെ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് അവസരം. സാർ ഒന്ന് രണ്ട് നാക്കൊടക്കുന്ന ഡയലോഗ് എന്നോട് പറഞ്ഞു തരും. ഞാൻ നാക്കൊടക്കാതെ പറഞ്ഞ സാറിന് സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് അവസരമായി. ഓക്കെ സാർ പറയൂ. ആദ്യത്തെ ഡയലോഗ് ശ്രദ്ധിച്ച് കേൾക്കണം. നാ പിടിച്ചോ. കളകള വിളകം ഒരു അരുവിയിലകളിൽ ഒരു കുളിൽ ഒരു പുളകം. കുഴപ്പമില്ല, നല്ല സാധന. ഇതാര് പറയും? നീ പറയണത്. നാക്കൊടക്കാതെ പറഞ്ഞാൽ അഭിനയിക്കാം. ഇല്ല, അഭിനയിക്കാൻ പറ്റത്തില്ല. സാർ ഒന്നുകൂടെ പറ, സാറിന്റെ കൂടെ ഞാൻ പറയാം. സാറ് പറ, സാറിന്റെ കൂടെ ഞാൻ പറയാം. ശരി, കൂടെ പറയണം. ഓക്കെ, പിടിച്ചോ. കളകള വിളകം ഒരു അരുവിയിലകളിൽ ഒരു പുളകം. സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരും. പുളകം പറഞ്ഞില്ലേ? ഇത് കംപ്ലീറ്റ് നീ പറയണം. മൊത്തം പറയണം ആദ്യം തൊട്ട്. സാർ ഒന്നുകൂടെ പറ, സാറിന്റെ കൂടെ ഞാൻ പറയാം. ഇനിയും പറയണം. പറയാം. എന്തോടാ ഈ പറഞ്ഞത്? ഇങ്ങനെയാണോ ഇത് പറയുന്നത്? എന്റെ സാറെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന ഈ ഡയലോഗ് ഒക്കെയാണ് തരുന്നത്. എളുപ്പമുണ്ടെങ്കിൽ ആ ഡയലോഗ് നിസ്സാര ഡയലോഗ്. അങ്ങനെയാണെങ്കിൽ നിസ്സാരമായ ഒരു സാധനം പറഞ്ഞ ഡയലോഗ്
പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു. എപ്പം